ദ വൈറൽ ഫിഷ് ഫ്രൈ. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി എന്നറിയാം, എന്നാലും സംഭവം പൊളിയാണ് കേട്ടോ. ഈ ഒരു ഫിഷ് പീസ് മാത്രം മതി നമുക്ക് ചോറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വൈറൽ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 10 ചെറിയുള്ളി ഇതുപോലെ ചതച്ചെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഹാഫ് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പൗഡറിൻ്റെയൊക്കെ റോസ്മെൽ മാറുന്നവരെ നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. തീ എപ്പോഴും ലോ ഫ്ലെയിം ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർക്കേണ്ടത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് അരമണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. എന്നിട്ട് മസാല ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് ഫിഷ് പീസ് വെച്ച് കൊടുക്കുക. ഏത് ഫിഷ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് മസാല മറുഭാഗത്ത് കൂടെ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള മസാല ഒന്ന് ഒതുക്കിയിട്ട് ഫിഷിൻ്റെ മുകളിലോട്ടാക്കി കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫിഷ് ഒന്ന് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതെ, വളരെ ക്ഷമയോടെ ചെയ്യേണ്ട സ്റ്റെപ്പാണ് അടുത്തതായിട്ട് വരുന്നത്. നമ്മൾ ഇതുപോലെ തീ കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്കാക്കി എടുക്കുകയും വേണം. പിന്നെ കൈ വിടാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. എന്നിട്ട് ഫിഷിൻ്റെ ഒരു കളർ ഒരു ബ്രൗണിഷ് കളറായി ഒന്ന് ഫ്രൈ ആകുന്നത് വരെ ഇതുപോലെ അങ്ങ് കുക്ക് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ ഒരു 1/4 ഭാഗമൊക്കെ കുക്കാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഭാഗത്ത് കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഫ്ലിപ്പ് ചെയ്തിട്ട് മറുഭാഗത്ത് കൂടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഈ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് നിങ്ങൾക്ക് ആവശ്യാനുസരണം എരിവിൻ്റെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ. വീണ്ടും ഈ മസാലയൊന്ന് ഒതുക്കിയിട്ട് അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫിഷ് കണ്ടോ, ഒരു ഭാഗം നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫിഷിൻ്റെ പീസ് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.